മെത്തനോയ്യ 39-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. കോപം പ്രതികാര ബുദ്ധിയോടെയുള്ള അമർഷമാണ് മൂലപാപങ്ങളിലൊന്നായ കോപം. പെട്ടെന്നുണ്ടാകുന്ന അരിശത്തിന്റെ വികാര വിക്ഷോഭമല്ല. തനിക്ക് അർഹമായത് അവരൻ നിഷേധിച്ചു എന്ന ചിന്തയിൽ നിന്നാണ് കോപം ഉടലെടുക്കുന്നത്. അത് അഹങ്കാരത്തിന്റെ വ്യക്തമായ തെളിവുമാണ്. കോപം പാപമാകുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. ഒന്ന്, അവരുടെ തെറ്റുകൾ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കാതെ നീരസം വച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായി പുറപ്പെടുന്ന കോപം. രണ്ട്, അവരുടെ കുറ്റത്തിന് ആനുപാതികമല്ലാത്ത വിധത്തിൽ അമിതമായി കോപിക്കുന്നത്. മൂന്ന്, പ്രതികാര ഉദ്ദേശത്തോടെ കോപം പ്രകടമാക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-22 വാക്യങ്ങൾ ഈശോ പറയുന്നത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും, കോപിക്കുന്നവനും ന്യായവിധിക്ക് അർഹനാകും. കൊല്ലുന്നവന് കിട്ടുന്ന അതേ ശിക്ഷ കോപിക്കുന്നവനും ഉണ്ടാകുമെന്ന് ഈശോ പഠിപ്പിക്കുന്നതിൽ നിന്ന് കോപം ഗുരുതരമായ തിന്മയാണെന്ന് വ്യക്തം. ഗലാത്യർ 5:20 വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കോപത്തെ വിശദീകരിക്കുന്നത് ദൈവരാജ്യം നഷ്ടമാക്കുന്ന ജഡത്തിന്റെ വ്യാപാരങ്ങൾ ഒന്നായിട്ടാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1:20 പറയുന്നത് പ്രകാരമാണ്, മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണയാകുന്നില്ല. മൂലപാപമാണ് കോപം എന്ന് പറയാൻ കാരണം, പ്രതികാര പ്രവർത്തികൾ, കുറ്റം പറച്ചിൽ, അപവാദം, രൂക്ഷമായ വിമർശനം, പരസ്പരത്തിനെതിരായ പല തെറ്റുകൾ, ദേഹോപദ്രവം, കൊലപാതകം എന്നിവയിലേക്കെല്ലാം ഇത് നയിച്ചേക്കാം. പ്രതിവിധി മറ്റൊരാളോട് പരിഭവം തോന്നിയാൽ അപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അയാളോട് ക്ഷമിച്ച് അയാളെ സ്നേഹിക്കുകയാണ്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കും. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കണമേ. ആമേൻ. ദൈവത്തിന്റെ സ്തുതി.